പ്രിയങ്കരനായ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ സാർ അവരുടെ ഈ മഹനീയമായ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നിലവിളക്കിനരികിലേക്ക് ഏറെ സ്നേഹപൂർവ്വം വിശിഷ്ട വ്യക്തികളെ ക്ഷണിക്കുകയാണ്. മഴവില്ലിന് 7 നിറങ്ങൾ, സംഗീതത്തിന് 7 സ്വരങ്ങൾ, ഭൂമിക്ക് 7 സമുദ്രങ്ങൾ, ലോകത്തിന് 7 മഹാത്ഭുതങ്ങൾ, കേരളത്തിൽ പിറവിയെടുത്ത മറ്റൊരു മഹാത്ഭുതമായി മാറിയ കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പുരസ്കാരോത്സവത്തിൻ്റെ സമഗ്ര പുരസ്കാര വിതരണ ചടങ്ങിനായി ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കേരളത്തിൻ്റെ പ്രിയങ്കരനായ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അവറുകൾ നിലവിളക്കിൽ തിരി തെളിയിച്ച് നിങ്ങളുടെ ഇവിടെ നിറഞ്ഞ കൈയടിയോടുകൂടി സമഗ്ര പുരസ്കാരോത്സവം ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനായ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് എക്സ് എം പി, PKS ജനറൽ സെക്രട്ടറി. വേറെ പ്രിയപ്പെട്ട ഈ പ്രോഗ്രാമിൻ്റെ കോ പാർട്ട്നേഴ്സായ രശ്മി ആയിഷ, ഡയറക്ടർ കിംഷൽ നാഗർകോവിൽ, പ്രിയങ്കരനായ ശ്രീ ഗിരീഷ് കല്ലട, പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ, ഔപചാരികമായ ഉദ്ഘാടന പ്രസംഗത്തിന് ബഹുമാനായ മിനിസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കും. കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ 3ാമത് പുരസ്കാരോത്സവത്തിൻ്റെ ഭാഗമായി ഇവിടെ നടക്കുന്ന ഈ തദ്ദേശക കണ്ണാടി ഫോട്ടോ പ്രകാശനത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായ അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് എക്സ് എം പി, വേദിയിലും സദസ്സിലുമുള്ള കേരള പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള സംഘാടകരെ, ഈ പുരസ്കാരങ്ങളിൽ ഏറ്റുവാങ്ങിയിട്ടുള്ള ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, കഴിഞ്ഞ 4 വർഷക്കാലമായി കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വികസന പദ്ധതികളും പ്രവർത്തനങ്ങളും വിവിധ സേവന പ്രവർത്തനങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ചാനലായി കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി 2025 ഏപ്രിൽ 16, 17 തീയതികളിൽ നമ്മുടെ ടൗൺ ഹാളിൽ നടക്കുന്ന പഞ്ചായത്ത് വാർത്താ ചാനലിൻ്റെ തദ്ദേശക ഡോക്യുമെൻ്ററി ഫിലിം ഫെസ്റ്റിവലും തദ്ദേശക കണ്ണാടി ഡയറക്ടറി പ്രകാശനവും പുരസ്കാര ചടങ്ങുകളുമൊക്കെ കുറേ നേരമായി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കേരളത്തിലെ ത്രിതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളുടെ നേർസാക്ഷ്യം അടയാളപ്പെടുത്താൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു വാർത്താ ചാനൽ രൂപീകരിക്കപ്പെടുകയാണ്. നമുക്കറിയാം, ഇന്ത്യയിൽ തന്നെ ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ നേർരേഖ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞിട്ടുള്ള ഒരു നാടാണ് കേരളം. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെയും അധികാര വികേന്ദ്രീകരണത്തിൻ്റെയും ഗുണഫലങ്ങളെ എങ്ങനെയാണ് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എന്ന് കാണുന്നതിന് വേണ്ടി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ധാരാളമായ ആളുകൾ എത്തിച്ചേരുന്ന അനുഭവങ്ങൾ കേരളത്തിന് സ്വന്തമാണ്. ജനകീയാസൂത്രണ പ്രസ്ഥാനം അധികാര വികേന്ദ്രീകരണത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലോകത്തൊരിടത്തുമില്ലാത്ത വിധം വികസനത്തിൻ്റെ സ്വാദ് നാട്ടിലെ സാധാരണ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഒരു നാടിൻ്റെ ഹൃദയമിടിപ്പുകളെ സ്വന്തമാക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളും വിശാലമായിട്ടുള്ള വികസന സങ്കല്പങ്ങളും
ഒരു നാട്ടിനകത്ത് ഉയർന്നു വന്നിട്ടുള്ള ജനകീയമായിട്ടുള്ള മുന്നേറ്റങ്ങളും പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്നില്ല. മലയാളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ താൽപ്പര്യങ്ങളോ സംഘർഷാത്മകമായ വാർത്തകളോ തേടിപ്പോകുന്ന ഘട്ടത്തിൽ നാടിൻ്റെ മണ്ണറിഞ്ഞിട്ടുള്ള മനുഷ്യമാറ്റത്തിൻ്റെ വളരെ വിശാലമായിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ പകർത്തുന്ന പഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഗ്രാമവികസനം, കൃഷി, റോഡ് ഗതാഗതം, വിദ്യാഭ്യാസം, ജലസംരക്ഷണം, മാലിന്യ സംസ്കരണം തുടങ്ങിയ മേഖലകളിൽ നമ്മുടെ ഗ്രാമങ്ങൾ സൃഷ്ടിച്ച വികസന മാതൃകകളുടെ ലഘുചിത്രങ്ങൾ തദ്ദേശ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നത് തന്നെ ആ നാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ മൂല്യം എന്തൊക്കെയാണെന്ന് പൊതുജനങ്ങളുടെ മുമ്പിൽ അറിയിക്കാൻ വേണ്ടിയാണ്. സ്വാഭാവികമായിട്ടും ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നതും ഉന്നയിക്കുന്നതുമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളുടെ മുഴുവൻ സംഘാടകരും പ്രായോജകരുമായി മാറുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. കേരളം ലോകത്തിൻ്റെ മുമ്പിൽ മാലിന്യമുക്ത നവകേരളം എന്ന ആശയത്തിലേക്ക് എത്തപ്പെടുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചതും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഖാന്തരം നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇപ്പോൾ ഈ വരുന്ന നവംബർ 1 ലോകത്തിൻ്റെ മുമ്പിൽ കേരളം മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു നേട്ടത്തിൻ്റെ വാതായനം കൂടി തുറന്നിടുകയാണ്. അത് ഈ വരുന്ന മലയാളികളുടെ പിറന്നാൾ ആഘോഷിക്കുന്ന നവംബർ 1-ാം തീയതി ലോകത്തിലുദിക്കുന്ന സൂര്യൻ കേരളത്തിൻ്റെ തലയ്ക്കുമീതെ എത്ര കരുത്തോടെ പ്രകാശിച്ചാലും അതിദരിദ്രരായ ഒരു കുടുംബത്തെയും ആ സൂര്യവെളിച്ചത്തിൽ കണ്ടെത്താൻ കഴിയാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളം മാറാൻ വേണ്ടി പോകുന്ന അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. അത് കേരളത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഈ മഹാമാറ്റത്തിൻ്റെ ശങ്കുലി മുഴക്കുകയും ആ മാറ്റത്തിലേക്ക് സൂക്ഷ്മതലത്തിൽ പോയി കുടുംബശ്രീയുടെ പിൻബലത്തോടെ 64,006 കുടുംബങ്ങളെ കണ്ടെത്തി ഓരോ ഘട്ടങ്ങളിലായി താൽക്കാലികമായ ഏതെങ്കിലും പണം കൊടുത്ത് സഹായിക്കുകയല്ല, ഭൂമിയില്ലാത്തവന് ഭൂമിയും വീടില്ലാത്തവന് വീടും ജോലിയില്ലാത്തവന് ജോലിയും ആവശ്യമായിട്ടുള്ള ഭക്ഷണവും താമസവും സൗകര്യങ്ങളും എല്ലാം ഉറപ്പുവരുത്തിക്കൊണ്ട് അതിദാരിദ്ര്യത്തിൽ നിന്ന് ഒരു കുടുംബത്തെ അല്ലെങ്കിൽ 64,006 കുടുംബങ്ങളെ മോതിര വിരലിൽ പിടിച്ച് മുകളിലോട്ട് കയറ്റുക എന്ന ഐതിഹാസികമായ ഒരു ലക്ഷ്യം യഥാർത്ഥത്തിൽ നിർവഹിക്കപ്പെടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത വിധം ആ പ്രസ്ഥാനം നയിച്ച ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ്. പക്ഷേ ഇതൊന്നും നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് ഇന്നൊരു പ്രധാനപ്പെട്ട വാർത്തയല്ലാതായി മാറിയിരിക്കുന്നു എന്ന കാര്യം ദുഃഖകരമായ വിധത്തിലാണ് നാം ഓർത്തെടുക്കേണ്ടത്. കേരളത്തിൽ ആരംഭിക്കപ്പെട്ട ലൈഫ് എന്ന പദ്ധതി, കേരളത്തിൽ സജീവമായി നടത്തുന്ന മാലിന്യത്തിനെതിരായിട്ടുള്ള യുദ്ധം, പ്രത്യേകിച്ച് ഹരിത കർമ്മസേന നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഈ ഘട്ടങ്ങളിൽ തന്നെ കൃഷിയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ മറ്റ് ഗ്രാമവികസന മാതൃകകളിൽ സമാനതകളില്ലാത്ത വിധം കേരളം നൽകിയിട്ടുള്ള നേട്ടങ്ങൾ, ഇതെല്ലാം ജനങ്ങളുടെ മുമ്പിലെത്തിക്കാൻ കഴിയുന്ന ഒരു കണ്ണാടിയായി തദ്ദേശ കണ്ണാടി മാറുന്ന വിധത്തിലാണ് കേരളത്തിലെ പഞ്ചായത്ത് ചാനൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരാൻ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ജനോപകാരപ്രദമായിട്ടുള്ള ജനങ്ങളുമായി ബന്ധപ്പെടുന്ന സമാനതകളില്ലാത്ത വിധം നാട്ടിലെ എല്ലാ മനുഷ്യർക്കും അവൻ്റെ പ്രവർത്തന പദങ്ങളിൽ തുടർച്ചയായ വിധം ഇമിറ്റേഷൻ, അനുകരണം എന്ന് പറയാനാകില്ലെങ്കിലും അതിന് തുല്യമായ വിധത്തിൽ ചില പരിപാടികൾ തയ്യാറാക്കാൻ നാടിനെയാകെ പ്രേരിപ്പിക്കുന്ന അനുഭവങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇതിലൂടെ സാധ്യമാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഏറെ സ്നേഹത്തോടെ സമഗ്ര പുരസ്കാര വിതരണം വേദിയിൽ ആരംഭിക്കുകയാണ്. ആദ്യമായി സമഗ്ര പുരസ്കാര വിതരണം വേദിയിൽ സമ്മാനിക്കുന്നതിന് മുമ്പ് ഈ പ്രസ്ഥാനം, ഈ പ്രോഗ്രാം ഇത്രയും മനോഹരമായി ഇവിടെ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ അഹോരാത്രം പരിശ്രമിക്കുകയും കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ എന്ന പ്രസ്ഥാനം കേരളത്തിൻ്റെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിന് അഹോരാത്രം പരിശ്രമിച്ച എക്സ് എം പിയും
ഏറെ പ്രിയങ്കരനായ PKSൻ്റെ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് K. സോമപ്രസാദ് അവറുകളെ ഈ വേദിയിൽ വെച്ച് സ്നേഹോപകാരം നൽകി ആദരിക്കുകയാണ്. ഏറെ പ്രിയങ്കരനായ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ സാർ അവറുകൾ ഇപ്പോൾ പൊന്നാട അണിയിച്ച് നമ്മുടെ എല്ലാവരുടെയും സന്തോഷം ഏവരുടെയും പേരിൽ നിറഞ്ഞ കൈയോടുകൂടി വേദിയിൽ വെച്ച് ഇപ്പോൾ സമ്മാനിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ ആദരവ് സമ്മാനിക്കുന്നതിന് വേണ്ടി സോമപ്രസാദ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സോമപ്രസാദ് സാറിനെയും അത് സമ്മാനിക്കുന്നതിന് വേണ്ടി ഏറെ പ്രിയങ്കരനായ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ സാറിനെയും ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നിങ്ങളെ ഒരു നിറഞ്ഞ കൈയടിയോടെ മഹത്തായ പ്രസ്ഥാനം കേരളത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ ഒരു പ്രചോദനമായി മാറിയ കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ പുരസ്കാരോത്സവത്തിൻ്റെ ഏറെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട സേതുമാധവ് ഏറെ പ്രിയങ്കരനായ സോമനാഥ് സാറിനുള്ള സ്നേഹോപകാരം ഇപ്പോൾ വേദിയിൽ വെച്ച് സോമപ്രസാദ് സാറിനുള്ള സ്നേഹോപകാരം വേദിയിൽ വെച്ച് സമ്മാനിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണ്ണാടി KPVയുടെ കവർ ഫോട്ടോവിൻ്റെ കവർ പ്രകാശനമാണ് ഇപ്പോൾ ഇവിടെ ഏറെ സ്നേഹപൂർവ്വം നടന്നിരിക്കുന്നത്. അടുത്തതായി ഏറെ സ്നേഹത്തോടെ സമഗ്ര പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനം നേടിയ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനെ ഏറെ ആദരപൂർവ്വം സമഗ്ര 2ാം സ്ഥാന അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെയും പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മെമ്പർമാർ എന്നിവരെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട ശ്രീ K. മണി, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നിവർ ഇപ്പോൾ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അവർക്കുള്ള ക്യാഷ് അവാർഡ് കൂടി സമ്മാനിക്കുകയാണ്. പ്ലീസ്, അവർക്കുള്ള ക്യാഷ് അവാർഡ് കൂടി ഇപ്പോൾ വേദിയിൽ വെച്ച് മിനിസ്റ്റർ സമ്മാനിക്കുകയാണ്. മികച്ച ഗ്രാമപഞ്ചായത്തുകളിൽ വെച്ച് ഏറെ സമഗ്ര 2ാം സ്ഥാനത്തിന് അർഹത നേടിയിരിക്കുന്ന വൈത്തിരി ഗ്രാമപഞ്ചായത്തിനെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവർക്കുള്ള 25,000 രൂപയുടെ ക്യാഷ് അവാർഡ് കൂടി ഇപ്പോൾ സമ്മാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ മരണാനന്ത ബഹുമതിയായി സമ്മാനിക്കുകയാണ് ഈ അടുത്ത് നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ആയിരുന്ന, അകാലത്തിൽ നമ്മെ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ KM സുജാതയ്ക്കുള്ള ഒരു പരമോന്നത ബഹുമതി ഇപ്പോൾ നൽകുകയാണ്. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കുടുംബാംഗങ്ങളെയും അവരുടെ ജനപ്രതിനിധികളെയും ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. KM സുജാത ചേച്ചിയുടെ മകളും അവരോടൊപ്പം വർക്ക് ചെയ്തവരാണ് ഇപ്പോൾ അത് ഏറ്റുവാങ്ങുന്നതിനായി ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. പഞ്ചായത്ത് രാജിൻ്റെ മികച്ച പഞ്ചായത്ത് സെക്രട്ടറിക്കുള്ള ഒരു പുരസ്കാരമാണ്, പരമോന്നത ബഹുമതിയാണ് ഇപ്പോൾ സമ്മാനിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ ഈ അവാർഡിൽ 2 വാക്ക് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയ മകളെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കും. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബഹുമാന്യർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ വേദിയിൽ നിന്നുകൊണ്ട് അമ്മയ്ക്കുള്ള ഈ പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ സന്തോഷമാണോ, സങ്കടമാണോ, അഭിമാനമാണോ എന്നെനിക്ക് വാക്കുകൾ കൊണ്ട് പറയാനറിയില്ല. ഞാൻ കുറച്ച് അമ്മ ഇന്ന് ഈ വേദിയിലുണ്ടായിരുന്നെങ്കിൽ അമ്മ ഏറ്റുവാങ്ങേണ്ടിയിരുന്ന പുരസ്കാരമായിരുന്നു. അമ്മയ്ക്ക് പറയാനുള്ളത്
എനിക്കും ഈ വേദിയിൽ പറയാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പഠനത്തെ പ്രണയിക്കുക, ആരോഗ്യം കാത്തു സൂക്ഷിക്കുക, കലയെ ചേർത്ത് പിടിക്കുക, ചെയ്യുന്ന പ്രവൃത്തി ഏതു തന്നെയായാലും അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ നേർവഴിയിലൂടെ ചെയ്യുക. നമ്മുടെ ശബ്ദം, നമ്മുടെ സമയം, നമ്മുടെ ജീവിതം മറ്റൊരാളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതാവണം. ഇതെല്ലാമായിരുന്നു അമ്മയുടെ ആശയങ്ങൾ. മനുഷ്യരുമായി സംവദിക്കാൻ ഏറെ ഇഷ്ടമുള്ള, സൗഹൃദങ്ങൾ നെഞ്ചിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ ആശയങ്ങളിൽ ഉറച്ച് നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അമ്മയുടെ സ്കൂൾ കോളേജ് കാലഘട്ടങ്ങളിൽ തന്നെ അമ്മ ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിരുന്നു. പിന്നീട് 2001 പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിൽ VO ആയി അമ്മ ജോലിയിൽ പ്രവേശിച്ചു. ആനക്കയം ഗ്രാമപഞ്ചായത്തിൽ VO ആയിരിക്കവേ അമ്മയ്ക്ക് ബെസ്റ്റ് VO അവാർഡിനുള്ള അവാർഡ് ലഭിച്ചിരുന്നു. അമ്മയുടെ പ്രവർത്തന മേഖലകളിൽ എനിക്ക് ഏറ്റവും ഏറെ ഓർമ്മയിലുള്ളത് IRDP മേളകളിലും കുടുംബശ്രീ ആശാ പ്രവർത്തകരെ സ്വയം സംരംഭകരാക്കാനും സജ്ജരാക്കാനും ഒക്കെയുള്ള അമ്മയുടെ ഒരു പ്രവർത്തിക്കാനുള്ള അമ്മയുടെ ഊർജവുമൊക്കെ എന്നെ ഏറെ അതിശയിപ്പിച്ചിരുന്നു. അമ്മ പിന്നെ GO ആയി JBDO ആയി ആയിരിക്കുമ്പോഴൊക്കെ കേരളോത്സവങ്ങളിലും കായികമേളകളിലും MGNREGSൻ്റെ പദ്ധതികളിലുമൊക്കെ അമ്മ എടുത്തിരുന്ന ഒരു ആർജവം, പ്രവർത്തനത്തിൻ്റെ ആർജവം എന്നും എനിക്കൊരു മാതൃകയാണ്. ഞാൻ ഇന്നും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. ഇതെങ്ങനെ എനിക്ക് ഇത്ര കൃത്യമായിട്ട് ഈ പദ്ധതികളൊക്കെ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അമ്മയുടെ ഓഫീസ് വീട്ടിലേക്ക് കൊണ്ടുവരുമായിരുന്നു. അത്രയ്ക്കും സിൻസിയർ ആയിരുന്നു, അത്രയ്ക്കും ഇൻവോൾവ് ആയിട്ടുള്ളൊരു പ്രവർത്തകയായിരുന്നു, ഒരു സോഷ്യൽ വർക്കറായിരുന്നു എല്ലാ വിധത്തിലും. നല്ല വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു നല്ല പൗരനാവുന്നതിൻ്റെ ആവശ്യകതയും പാഠപുസ്തകത്തിലെ സിലബസിനപ്പുറമുള്ള കലയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ക്ലാസ് റൂമിൻ്റെ 4 ചുവരുകളിൽ ഒതുങ്ങി നിൽക്കാത്ത ഒരു മാസ്മരിക ലോകത്തെ അമ്മ എന്നും പറഞ്ഞ് വാചാലയാകാറുണ്ടായിരുന്നു. ഇംബൈബ്, ടു അബ്സോർബ് സംതിങ്, ഉൾക്കൊള്ളുക എന്ന അമ്മയുടെ മലപ്പുറം ബ്ലോക്കിൻ്റെ ഈ വർഷത്തെ പദ്ധതി അമ്മയുടെ ഈ ആശയങ്ങളുടെ ഒരു പ്രതിഫലനം തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ സ്വപ്ന പദ്ധതിയിൽ അമ്മയുടെ കൂടെ നിന്ന പ്രിയപ്പെട്ട മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീ അബ്ദുറഹ്മാൻ സാറിൻ്റെയും വൈസ് പ്രസിഡന്റ് ശ്രീമതി റജുല മാഡത്തിൻ്റെയും മറ്റു മെമ്പർമാരുടെയും അമ്മയുടെ ഉദ്യോഗസ്ഥരുടെയും അമ്മയുടെ കൂടെ ജോലി ചെയ്തിരുന്ന കൊളീഗ്സിൻ്റെയും ഈ പദ്ധതിയുടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ഓരോരുത്തരുടെയും കൂടിയായിരുന്നു ഇംബൈബിൻ്റെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും പഠിച്ച് വളരാൻ സ്വപ്നം കാണുന്ന സമൂഹത്തിൻ്റെ താഴേക്കിടയിലുള്ള കുട്ടികളെ മുന്നോട്ടുള്ള മത്സര പരീക്ഷകളിൽ ആത്മധൈര്യത്തോടെ സമീപിക്കാൻ തയ്യാറാക്കുക എന്നതാണ് ഇംബൈബ് എന്ന പദ്ധതിയുടെ ലക്ഷ്യമായി ഞാൻ മനസ്സിലാക്കുന്നത്. വരും വർഷങ്ങളിലും ഇംബൈബ് എന്ന ഈ പദ്ധതിയിലൂടെ ഇനിയും ഒരുപാട് പ്രബുദ്ധരായ വിദ്യാർത്ഥികൾ, സാമൂഹിക പ്രതിബദ്ധതയുള്ള പൗരന്മാർ ഉയർന്നു വരട്ടെ എന്ന് ഞാനും ഞങ്ങളുടെ കുടുംബവും പ്രത്യാശിക്കുന്നു. അമ്മയുടെ പ്രവർത്തന മികവിനുള്ള ഈ ഒരു അംഗീകാരം ബഹുമാനപ്പെട്ട നമ്മുടെ റവന്യൂ മിനിസ്റ്ററിൽ നിന്ന് ശ്രീ K. രാജൻ അവറുകളിൽ നിന്നും ഏറ്റുവാങ്ങിയ ഈ പുരസ്കാരം ഞങ്ങളുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു. ഹോസ്പിറ്റലിൽ അമ്മ കിടന്നിരുന്ന അവസാന ദിനങ്ങളിലും അമ്മയുടെ മനസ്സിലും ചിന്തകളിലും ഉണ്ടായിരുന്നത് ഓഫീസും പദ്ധതികളും ഒക്കെ ആയിരുന്നു. ഇന്ന് എനിക്കെന്താ പറയേണ്ടതെന്നറിയില്ല. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. അമ്മ ഇനി ഞങ്ങളുടെ കൂടെ ഇല്ല, എന്നിരുന്നാലും അമ്മയുടെ ആശയങ്ങളും അമ്മയെ അമ്മ സ്നേഹിച്ചിരുന്ന അമ്മയുടെ പ്രിയപ്പെട്ടവരിലൂടെയുമൊക്കെ അമ്മ ഇനിയും ജീവിക്കും. ഒരുപാട് നന്ദി. ഈ കേരള പഞ്ചായത്ത് വാർത്തകൾക്ക് അമ്മയുടെ പ്രവർത്തന മികവിന് ഇങ്ങനൊരു ബഹുമതി കൊടുക്കാൻ തോന്നിച്ചതിൽ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച സംഘാടകർക്കും ഗിരീഷ് സാറിനും ഏവർക്കും വിനീതമായ നന്ദി. നമസ്കാരം.
താങ്ക് യു. സ്വർഗത്തിലിരുന്നത് കണ്ട് സന്തോഷിക്കുന്ന അമ്മയുടെ ആത്മാവിന് എല്ലാവിധ നിത്യശാന്തിയും നേർന്നുകൊണ്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള ഏറ്റവും നല്ല പുരസ്കാരവും കൂടി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് ഇപ്പോൾ സമ്മാനിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ വിദ്യാഭ്യാസ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം മലപ്പുറം ബ്ലോക്കിന് ഇപ്പോൾ ഏറെ സ്നേഹപൂർവ്വം സമ്മാനിക്കുന്നു. ഏറെ സ്നേഹത്തോടെ അറിവിൻ്റെ പുതിയ വാതായനങ്ങൾ തുറക്കുന്നതിനും അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നതിനുമുള്ള പുരസ്കാരം ഇപ്പോൾ വേദിയിൽ വെച്ച് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റുവാങ്ങിയാണ്. അതോടൊപ്പം തന്നെ അടുത്ത മറ്റൊരു സേവന പുരസ്കാര ജാതാവിനെ വേദിയിലേക്ക് വിളിക്കുകയാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കുള്ള സേവന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തൃശ്ശൂർ ജില്ലയിലെ പഞ്ചായത്ത് മെമ്പർ മുല്ലശ്ശേരിയിൽ നിന്നുള്ള പ്രിയപ്പെട്ട ശ്രീ ബെന്നി ആന്റണി അവരുകളെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കുള്ള സേവന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തൃശ്ശൂർ ജില്ലയിലെ മുല്ലശ്ശേരിയിൽ നിന്നുള്ള പ്രിയപ്പെട്ട മുൻ പഞ്ചായത്ത് മെമ്പർ, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഇപ്പോൾ നിലവിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയായ പ്രിയപ്പെട്ട ശ്രീ ബെന്നി ആന്റണി അവർക്ക് സേവന പുരസ്കാരം ഏറെ സ്നേഹപൂർവ്വം മിനിസ്റ്റർ സമ്മാനിക്കുകയാണ്. ഏറെ സ്നേഹപൂർവ്വം മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള സേവന പുരസ്കാര അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ മണികണ്ഠൻ സാർ അവരുകളെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനുള്ള സേവന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി കെ മണികണ്ഠൻ സാറിനെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി മികച്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനുള്ള പുരസ്കാരം സേവന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വൈത്തിരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് അവരുകളെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറെ സ്നേഹത്തോടെ ഉഷ ഗോപിനാഥ് അവരുകളെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഏറെ സ്നേഹത്തോടെ ജനപ്രതിനിധികൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി ജനോപകാരപ്രദമാകണമെങ്കിൽ ആ ഭരണകേന്ദ്രത്തിലെ ഭരണാധികാരികളുടെയും കൂടി 100% പിന്തുണ ആവശ്യമാണ്. ഏറെ സ്നേഹത്തോടെ മികച്ച ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വൈത്തിരി ഗ്രാമപഞ്ചായത്തിന്റെ സജീഷ് ശിവശങ്കർ അവരുകളെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മികച്ച ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വൈത്തിരി ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി ശ്രീ സജീഷ് ശിവശങ്കർ അവർക്ക് സേവന പുരസ്കാരം സമ്മാനിക്കുകയാണ്. ഏറെ പ്രിയങ്കരനായ റവന്യൂ മിനിസ്റ്റർ അഡ്വക്കേറ്റ് കെ രാജൻ സാർ അവരുകൾ. അതോടൊപ്പം തന്നെ മികച്ച അസിസ്റ്റന്റ് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ സുജൻ അവരുകളെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി സുജൻ അവരുകളെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മികച്ച കർഷകൻ എന്ന രീതിയിലുള്ള അവാർഡിനെ ഏറെ സ്നേഹപൂർവ്വം ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സേവന അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഏറെ പ്രിയപ്പെട്ട ശ്രീ വേണു കെ സി അവരുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
സേവന പുരസ്കാരത്തിനായി ഏറെ സ്നേഹപൂർവ്വം തിരുവനന്തപുരം ജില്ലയിലെ തിരുപ്പുറം ഗ്രാമപഞ്ചായത്തിലെ സുരേഷ് ജെ തിരുപ്പുറം അവറുകളെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സേവന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഏറെ പ്രിയങ്കരനായ അനന്തപത്മനാഭന്റെ മണ്ണായ അനന്തപുരിയുടെ വിരിമാറായ തിരുവനന്തപുരത്തിന്റെ മണ്ണിൽ നിന്ന് ശക്തന്റെ തട്ടകത്തിൽ എത്തിച്ചേർന്ന അവാർഡ് ഏറ്റുവാങ്ങുവാൻ എത്തിച്ചേർന്ന ഏറെ പ്രിയങ്കരനായ തിരുപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ മിസ്റ്റർ പ്രിയപ്പെട്ട സുരേഷ് ജെ തിരുപ്പുറം അവറുകളെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ നഗരസഭാ കൗൺസിലർ ഏറെ പ്രിയങ്കരനായ കെ ജെ രവികുമാർ അവറുകളെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ശ്രീ കെ ജെ രവികുമാർ അവറുകളെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. തൃശ്ശൂർ ജില്ലയിലെ മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഏറെ പ്രിയപ്പെട്ട ശ്രീ ആർ കെ ബേബി അവറുകളെയും ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സേവന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി. ബഹുമാനപ്പെട്ട മിനിസ്റ്റർക്ക് പോകേണ്ട സമയമുള്ളത് കൊണ്ട് ഏറെ സ്നേഹപൂർവ്വം മിനിസ്റ്ററെ അടുത്ത അവാർഡുകൾ ഏറെ സ്നേഹനിധിയ മറ്റ് അവാർഡുകൾ കൂടി വേദിയിൽ എത്രയും പെട്ടെന്ന് സമ്മാനിക്കുകയാണ്. ഏറെ പ്രിയങ്കരനായ കെ ജെ രവികുമാർ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ നഗരസഭാ കൗൺസിലർ ശ്രീ ആർ കെ ബേബി ഏറ്റുവാങ്ങി. തൃശ്ശൂർ ജില്ലയിലെ താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ മന്മഥൻ അവറുകളെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. വെങ്ങാലൂർ ഗ്രാമപഞ്ചായത്ത് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. ഏറെ സ്നേഹത്തോടെ ഇനിയുള്ള അവാർഡുകൾ ബഹുമാനപ്പെട്ട XMB സോമനാഥ് നൽകുന്നതായിരിക്കും എന്നുള്ള കാര്യം ഏറെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ദയവ് ചെയ്ത് സഹകരിക്കണമെന്ന് മിനിസ്റ്റർ അറിയിച്ചിരിക്കുന്നു. സോമപ്രസാദ് സാർ ഇനിയുള്ള അവാർഡുകൾ സമ്മാനിക്കുമെന്നുള്ള കാര്യം ഏറെ സന്തോഷപൂർവ്വം അറിയിച്ചിരിക്കുന്നു. കരകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ സമഗ്ര പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കരകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ സമഗ്ര പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വെസ്റ്റ് കല്ലട ഗ്രാമപഞ്ചായത്തിനെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറെ സ്നേഹത്തോടെ ഇനിയുള്ള അവാർഡുകൾ ബഹുമാനപ്പെട്ട XMB സോമനാഥ് നൽകുന്നതായിരിക്കും എന്നുള്ള കാര്യം ഏറെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ദയവ് ചെയ്ത് സഹകരിക്കണമെന്ന് മിനിസ്റ്റർ അറിയിച്ചിരിക്കുന്നു. സോമപ്രസാദ് സാർ ഇനിയുള്ള അവാർഡുകൾ സമ്മാനിക്കുമെന്നുള്ള കാര്യം ഏറെ സന്തോഷപൂർവ്വം അറിയിച്ചിരിക്കുന്നു. സമഗ്ര അവാർഡ് നൽകുന്നതിന് വേണ്ടി ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെസ്റ്റ് കല്ലട ഗ്രാമപഞ്ചായത്തിലെ പ്രതിനിധി അംഗങ്ങളെ ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെസ്റ്റ് കല്ലട ഗ്രാമപഞ്ചായത്തിനെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ചേന്നമംഗലം ഗ്രാമപഞ്ചായത്തിനെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ചേന്നമംഗലം ഗ്രാമപഞ്ചായത്ത്
ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിനെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാലിന്യ വിമുക്ത ഗ്രാമപഞ്ചായത്തായി ഒരു മാലിന്യവും പോലുമില്ലാത്ത കേരളത്തിലെ ഏക പഞ്ചായത്ത് എന്ന് അവകാശപ്പെടാവുന്ന ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം ഇപ്പോൾ സ്നേഹപൂർവ്വം സമ്മാനിക്കുകയാണ്. അസിസ്റ്റന്റ് സെക്രട്ടറി ഏറ്റുവാങ്ങുന്നു. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് സമഗ്ര അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ വേദിയിലേക്ക് ആദരപൂർവ്വം. വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് സമഗ്ര പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിന് സമഗ്ര പുരസ്കാരം വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിന് വേദിയിലേക്ക് ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിനെ ഏറെ ആദരപൂർവ്വം അഡ്വക്കേറ്റ് സാജു സേവ്യർ അവറുകളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് താമരക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ വേദിയിലേക്ക് ഏറെ സ്നേഹത്തോടെ ഇന്ത്യയിലെ ആദ്യത്തെ ഡോഗ് ഹാൻഡ്ലർക്കുള്ള സേവന അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി SSIയുടെ ബിന്ദു മേഡത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കേരള പോലീസിലെ ആദ്യത്തെ നാർക്കോട്ടിക് ഡോഗ് നീലി ബ്രൂസ് ഇപ്പോൾ വേദിയിൽ എത്തിച്ചേരുകയാണ്. ഏറെ സ്നേഹത്തോടെ കേരള പോലീസിലെ ആദ്യത്തെ നാർക്കോട്ടിക് ഡോഗ് നീലി ബ്രൂസ് ഇപ്പോൾ വേദിയിൽ എത്തിച്ചേരുകയാണ്. ഏറെ സ്നേഹപൂർവ്വം അതോടൊപ്പം തന്നെ ബിന്ദു മേഡത്തെയും ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡോഗ് ഹാൻഡ്ലർ സേവന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബിന്ദു മേഡത്തെയും ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയ്യടിയോടുകൂടി ഒട്ടനവധി തെളിവുകൾ കേരള പോലീസിന് സമ്മാനിച്ച ഏറെ പ്രിയപ്പെട്ട നമ്മളുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട നീലി ബ്രൂസ് കേരള പോലീസിലെ ആദ്യത്തെ നാർക്കോട്ടിക് ഡോഗിനുള്ള സ്നേഹ പുരസ്കാരം ഇപ്പോൾ വേദിയിൽ വെച്ച് സമ്മാനിക്കുകയാണ്. ASI ബിന്ദു മേഡത്തിനുള്ള ഒരു സേവന സ്നേഹോപകാരം കൂടി ഇപ്പോൾ സ്നേഹപൂർവ്വം സമ്മാനിക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യ ഡോഗ് ഹാൻഡ്ലർ സേവന പുരസ്കാരം ASI ബിന്ദു മേഡത്തിന് ഇപ്പോൾ വേദിയിൽ വെച്ച് സമ്മാനിക്കുന്നു. കേരള പോലീസിലെ ആദ്യത്തെ നാർക്കോട്ടിക് ഡോഗ് നല്ലൊരു കൈയടിയോടുകൂടി ഒട്ടനവധി തെളിവുകൾ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നമുക്കായി സമ്മാനിച്ച നീലി ബ്രൂസ് എന്നിവയ്ക്കുള്ള സ്നേഹോപകാരം ഇപ്പോൾ സമ്മാനിച്ചിരിക്കുകയാണ്. തെക്കേക്കര ഗ്രാമപഞ്ചായത്തിനുള്ള സ്നേഹോപകാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നാറാത്ത് ഗ്രാമപഞ്ചായത്തിനുള്ള സ്നേഹോപകാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെയും ജനപ്രതിനിധികളെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന് ഏറെ സ്നേഹപൂർവ്വം ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇവിടെ അവാർഡ് ഏറ്റുവാങ്ങുവാൻ എത്തിച്ചേർന്ന നീലി ബ്രൂസ് കേരള പോലീസ് ആദ്യത്തെ നാർക്കോട്ടിക് ഡോഗിനെ നല്ലൊരു കൈയ്യടിയോടുകൂടി ഏറെ സ്നേഹപൂർവ്വം എല്ലാവിധ അഭിനന്ദനങ്ങളും ഏറെ സ്നേഹപൂർവ്വം വിജയാശംസകളും സമ്മാനിക്കും. നാറാത്ത് ഗ്രാമപഞ്ചായത്ത്, അന്നമനട ഗ്രാമപഞ്ചായത്ത് സമഗ്ര
സേവന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി തൃശ്ശൂർ ജില്ലയിലെ പൈങ്ങോട് GPLS സ്കൂൾ കോണത്തുകുന്നിലെ പ്രിയപ്പെട്ട അധ്യാപകരെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. സേവന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പൈങ്ങോട് GPLS സ്കൂൾ. തൃശ്ശൂർ ജില്ലയിലെ മികച്ച വിദ്യാലയത്തിനുള്ള സേവന പുരസ്കാരം നൽകുന്നതിന് വേണ്ടി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പൈങ്ങോട് സ്കൂൾ GPLS സ്കൂളിലെ അധ്യാപകരെ ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അക്ഷരഗനിയായ അഭിമാന സ്തംഭമായി അക്ഷരദീപമായി കത്തിജ്വലിച്ച് നിൽക്കുന്ന GLPS പൈങ്ങോട് സ്കൂളിനുള്ള സ്നേഹോപകാരമാണ് ഇപ്പോൾ വേദിയിൽ സമ്മാനിക്കുന്നത്. അതോടൊപ്പം തന്നെ നാടിൻ്റെ ഏറ്റവും ശുചിത്വ പരിപാലനയിൽ മുന്നിൽ നിൽക്കുന്ന ഹരിതകർമ്മസേനയിൽ ചിറക്കടവ് ഹരിതകർമ്മസേനയ്ക്കുള്ള സ്നേഹോപകാരം ഇപ്പോൾ വേദിയിൽ വെച്ച് സമ്മാനിക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിസ്റ്റർ ജിയോ ഡേവിസ് അവരുടെയും ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹരിതകർമ്മസേനയ്ക്കുള്ള അവാർഡാണ്. നല്ലൊരു കൈയടിയോടുകൂടി നാടിൻ്റെ ശുചിത്വ പരിപാലനയിൽ മുന്നിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് മാതൃകയാകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ചിറക്കടവ് ഹരിതകർമ്മസേനയ്ക്കുള്ള അവാർഡാണ് ഇപ്പോൾ വേദിയിൽ വെച്ച് സമ്മാനിക്കുന്നത്. യൂണിഫോം അണിഞ്ഞ് സ്കൂൾ വിദ്യാർത്ഥികളെ പോലെ നാടിൻ്റെ പരിപാലനത്തിന് മുന്നിൽ നിൽക്കുന്ന അവർക്കുള്ള സേവന പുരസ്കാരമാണ് ഇപ്പോൾ വേദിയിൽ വെച്ച് സമ്മാനിക്കുന്നത്. മിസ്റ്റർ ജിയോ ഡേവിസ് അവരുടെയും മിസ്റ്റർ മുകേഷ് MM അവരുടെയും ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മികച്ച പഞ്ചായത്ത് പ്രസിഡന്റിനും മികച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമുള്ള അവാർഡാണ് ഇപ്പോൾ വേദിയിൽ വെച്ച് സമ്മാനിക്കുന്നത്. മികച്ച സംരംഭക സാഫല്യ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബിന്ദു താമരക്കുളം അവരുകളെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബിന്ദു താമരക്കുളം മികച്ച സംരംഭകയ്ക്കുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സാഫല്യ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റൽ വെങ്ങാനൂർ മികച്ച ആതുര സേവന രംഗത്തെ മികവിനുള്ള സ്നേഹോപകാരം സേവന പുരസ്കാരം ഇപ്പോൾ വേദിയിൽ വെച്ച് സമ്മാനിക്കുകയാണ്. വെങ്ങാനൂരിലെ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിനെ ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ വേദിയിലേക്ക് മറ്റൊരു ടീമിനെ ക്ഷണിക്കുകയാണ്. പൂക്കോട് തടാകം 20 വർഷമായി മനോഹരമായി വയനാട് വൈത്തിരിയിലെ പൂക്കോട് തടാകം വളരെ മനോഹരമായി കാത്തുപരിപാലിക്കുന്ന ഹരിത ക്ലീനുള്ള അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹരിത ക്ലീൻ പൂക്കോടിനെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നല്ലൊരു കൈയോടുകൂടി മനോഹരമായ തടാകം കാത്തുപരിപാലിക്കുന്ന 20 വർഷക്കാലമായി വയനാട്ടിലെ വൈത്തിരിയിലെ പൂക്കോട് തടാകം അതിമനോഹരമായി സുന്ദരിയായി കാത്തുപരിപാലിക്കുന്ന ഹരിത കർമ്മ സേനയെയാണ് ഈ ക്ലീൻ ഹരിത സേനയ്ക്കുള്ള സ്നേഹോപകാരമാണ് ഇപ്പോൾ സമ്മാനിക്കുന്നത്. മഹാത്മാ സ്വരാജ് ട്രോഫി ഏറ്റുവാങ്ങിയ ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിന് ഏറെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഒറ്റശേഖരമംഗലം ഗ്രാമപഞ്ചായത്തിന് സമഗ്ര പുരസ്കാരം സമ്മാനിക്കുന്നു. ഏറെ സ്നേഹത്തോടെ നല്ലൊരു കൈയോടുകൂടി സമഗ്ര കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ നേരറിവിൻ്റെ വർത്തമാനകാലത്തിൻ്റെ ശബ്ദം സമ്മാനിക്കുന്ന അവാർഡ് വേദിയിൽ വെച്ച് നൽകുകയാണ്. സ്വരാജ് ട്രോഫി ലൈഫ് പുരസ്കാരം നേടിയ അമരമ്പലം ഗ്രാമപഞ്ചായത്തിനുള്ള ഒരു സ്നേഹോപകാരം ഇപ്പോൾ വേദിയിൽ വെച്ച് സമ്മാനിക്കുന്നു. ബിനു വെള്ളായിനി അവരുകളെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏറെ സ്നേഹപൂർവ്വം സാഫല്യ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ബിനു വെള്ളായിനി അവരുകളെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബിനു വെള്ളായിനി അവരുകളെ ക്ഷണിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ സ്പോൺസർ കൂടിയായ കിൻസ് ഹെൽത്ത് ക്യാൻസർ സെൻ്ററിനുള്ള
ഒരു സ്നേഹോപകാരം ഇപ്പോൾ വേദിയിൽ വെച്ച് സമ്മാനിക്കുകയാണ്. നിങ്ങളുടെ എവിടെയും നിറഞ്ഞൊരു കൈയടിയോടുകൂടി ഡയറക്ടർ അത് ഏറ്റുവാങ്ങുകയാണ്. ഏറെ സ്നേഹത്തോടെ കിംസിനുള്ള ഒരു സ്നേഹോപകാരം ഇപ്പോൾ. അതോടൊപ്പം തന്നെ മനോഹരമായ കാസർഗോഡിൻ്റെ തനത് കലാരൂപമായ അലാമിക്കളി വേദിയിൽ അവതരിപ്പിച്ച ആ ടീം അംഗങ്ങളെ വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അലാമിക്കളി വേദിയിൽ അവതരിപ്പിച്ചവരെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യ സ്പോൺസറായ കിംസ് ഹെൽത്തിനുള്ള ഒരു സ്നേഹോപകാരമാണ് ഇപ്പോൾ വേദിയിൽ വെച്ച് സമ്മാനിച്ചത്. അതോടൊപ്പം തന്നെ മനോഹരമായ ഭാഷാ വൈവിധ്യ ജാതി മതഭേദ വ്യത്യാസമെന്നെ എല്ലാവരെയും ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ ഒന്നാകുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അലാമിക്കളി എന്ന മനോഹരമായ ഒരു ഹിന്ദു ക്രൈസ്തവ മുസ്ലിം പൈതൃകം നിലനിർത്തുന്ന ആ മനോഹരമായ ദൃശ്യാവിഷ്കാരം കലാരൂപം നമുക്കായി അവതരിപ്പിച്ച കാസർഗോഡിൻ്റെ തനത് കലാരൂപം നമുക്കായി അവതരിപ്പിച്ച അലാമിക്കളി, അതിൻ്റെ പിന്നിൽ അവതരിപ്പിച്ച അവർക്കുള്ള സ്നേഹോപകാരമാണ് ഇപ്പോൾ വേദിയിൽ വെച്ച് സമ്മാനിക്കുന്നത്. അടുത്തതായി ഏറെ സ്നേഹത്തോടെ സമഗ്ര 2025 അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുതുതല ഗ്രാമപഞ്ചായത്തിനെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മുതുതല ഗ്രാമപഞ്ചായത്തിനെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് പേര് വിളിച്ചിട്ട് വേദിയിൽ എത്താത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേദിക്ക് മുൻഭാഗത്തേക്ക് കടന്നു വരണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിച്ച് അവാർഡിനായി പേര് വിളിച്ചിട്ടും വേദിയിലേക്ക് എത്തിച്ചേരാത്തവർ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് വേദിയിൽ എത്തിച്ചേരണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഏറെ പ്രിയപ്പെട്ട ഷറഫിയ ഷിഹാബ് അവറുകളെ ഏറെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഏറെ സ്നേഹത്തോടെ ഒരു ക്ഷമാപണം നടത്തിക്കൊണ്ട്, ഏറെ സ്നേഹത്തോടെ ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഇവിടെ പേര് എഴുതി തന്നപ്പോൾ എൻ്റെ ആങ്കറുടെ ഭാഗത്തു നിന്ന് പറ്റിയ ഒരു ചെറിയ മിസ്റ്റേക്ക് കൂടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഹണി മ്യൂസിയം വയനാടിൻ്റെ ഉസ്മാൻ മദാരി അവരുകളെ ഒന്ന് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. സംഘാടകരുടെ പിഴവല്ല, അതിവിടെ പെട്ടെന്നുള്ള ഒരു എഴുത്തിൽ പേര് മാറിപ്പോയതാണ്. ഹണി മ്യൂസിയം വയനാടിൻ്റെ ഒരു മഹത് വ്യക്തിയാണ്, കേരളം അറിയപ്പെടുന്ന ആളാണ്. ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു ചെറിയ മിസ്സിങ് സംഭവിച്ചതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹണി മ്യൂസിയം വയനാടിൻ്റെ ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി വേദിയിൽ കിയോ കരോട്ട സ്റ്റേറ്റ് ചാമ്പ്യൻ കൂടിയായി നാടിൻ്റെ അഭിമാന സ്തംഭമായ വേദാത്മജൻ വേദിയിൽ എത്തിച്ചേരുകയാണ്. ഏറെ സ്നേഹത്തോടെ കിയോ കരോട്ട സ്റ്റേറ്റ് ചാമ്പ്യൻ, ഈ നാടിൻ്റെ അഭിമാന സ്തംഭമായി മാറിയ വേദാത്മജൻ ഇപ്പോൾ വേദിയിൽ എത്തിച്ചേരുകയാണ്. നാഷണൽ ചാമ്പ്യനായ ദേവാത്മജൻ അവർ ഇപ്പോൾ മിന്നും താരം ഇപ്പോൾ വേദിയിൽ വെച്ച് സ്നേഹോപകാരം ഏറ്റുവാങ്ങുകയാണ്. കിയോ കരോട്ട സ്റ്റേറ്റ് ചാമ്പ്യൻ, നാഷണൽ ചാമ്പ്യൻ വേദാത്മജൻ ഇപ്പോൾ വേദിയിൽ വെച്ച് സ്നേഹോപകാരം ഏറ്റുവാങ്ങുന്നു.
കിട്ടിയ